കേരള സർവകലാശാല രജിസ്ട്രാർക്ക് പുനർനിയമനം നൽകാൻ സിൻഡിക്കേറ്റ് തീരുമാനം. വൈസ് ചാൻസലറുടെ തീരുമാനത്തെ മറികടന്നാണ് സിൻഡിക്കേറ്റ് യോഗം തീരുമാനമെടുത്തത്. രജിസ്ട്രാർ കെ അനിൽകുമാറിന്റെ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സിൻഡിക്കേറ്റ് യോഗം ചേർന്നത്. SFIയുടെ ഉപരോധത്തെ തുടർന്ന് സിൻഡിക്കേറ്റ് സെനറ്റ് യോഗങ്ങൾ വൈസ് ചാൻസലർ റദ്ദാക്കിയിരുന്നു. ഇതിനിടെ പുതിയ രജിസ്ട്രാറെ കണ്ടെത്താൻ വൈസ് ചാൻസലർ വിജ്ഞാപനവും പുറത്തിറക്കി. ഇതിനെ ചോദ്യം ചെയ്ത് ഇടത് സിൻഡിക്കേറ്റ് അംഗം മുരളീധരൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. സിൻഡിക്കേറ്റിന്റെ അധികാരത്തെ വൈസ് ചാൻസലർ മറികടക്കുന്നുവെന്നായിരുന്നു ഹർജി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുത്ത 25 അംഗങ്ങളിൽ 2 BJP അംഗങ്ങൾ പുനർനിയമനത്തെ എതിർത്തു. ഒരു UDF അംഗം ഉൾപ്പെടെ നിയമനത്തെ പിന്തുണച്ചു. ഇതോടെയാണ് രജിസ്ട്രാറുടെ നിയമനം അംഗീകരിച്ചത്. നിലവിലുള്ള രജിസ്ട്രാർക്ക് റീ അപ്പോയിൻമെൻറ്റിന് എലിജിബിലിറ്റി ഉണ്ട് എന്ന് സിൻഡിക്കേറ്റ് കാണുകയും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 4 വർഷക്കാലത്തെ പ്രവർത്തനം അങ്ങേയറ്റം തൃപ്തികരമാണ് എന്ന് സിൻഡിക്കേറ്റ് വിലയിരുത്തുകയും അദ്ദേഹത്തിന് റീ അപ്പോയിൻമെൻറ്റ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചത്. രജിസ്ട്രാറുടെ നിയമനം അജണ്ടയിലുണ്ടായിരുന്നില്ലെന്ന് BJP അനുകൂല അംഗങ്ങൾ പറഞ്ഞു. പല നിയമങ്ങളും സുതാര്യമല്ലെന്നും ചട്ടവിരുദ്ധമാണെന്നും ആരോപിച്ചു. പുനർനിയമനമല്ല, കാലാവധി നീട്ടി നൽകലാണ് നടന്നതെന്നും ആരോപിച്ചു. ഈ കാര്യത്തിൽ ഒരു ചട്ടവിരുദ്ധമായിട്ടാണ് ഈ തീരുമാനമെന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. കാരണം സർവകലാശാലയുടെ നിലവിലുള്ള ചട്ടങ്ങളിൽ എക്സ്റ്റൻഷന് സാധ്യതയില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. പുനർനിയമനമാണെങ്കിൽ അക്കാര്യത്തിൽ നിലവിൽ സർവകലാശാലയുടെ രജിസ്ട്രാർ നിയമനത്തിലെ ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാകണം അദ്ദേഹത്തിന് നിയമനം നൽകുന്നത്. രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട പരാതികൾ BJP അനുകൂല അംഗങ്ങൾ ചാൻസലർക്ക് നൽകിയിട്ടുണ്ട്. സംഭവത്തിലെ ചട്ടങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കണമെന്നാണ് ആവശ്യം. അതേസമയം സിൻഡിക്കേറ്റ് തീരുമാനം തന്നെയാണ് അന്തിമമെന്ന് ഇടത് അനുകൂല അംഗങ്ങൾ ആവർത്തിക്കുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.